എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ട സാമ്പത്തികമായ സൂക്ഷ്മത നമുക്ക് ആവശ്യമാ. സാമ്പത്തികമായ സൂക്ഷ്മത നമുക്ക് നിർബന്ധമാ. ഒരു വിശ്വാസിയുടെ സൗന്ദര്യം അതാണ്, ഇടപെടലുകളതാണ്, ഇടപാടുകളതാണ്. അല്ലാത്ത തഴമ്പിൽ അർത്ഥമില്ല. അത് ഉണ്ടാക്കിയെടുക്കുക, അത് നിർബന്ധമാണ്. എൻ്റെ ജീവിതത്തിൽ അത് മസ്റ്റാണ് എന്ന് നമ്മൾ വരുത്തി വെക്കണം. നമ്മുടെ അയൽവാസികൾ ആരും പറയരുത്, ഓ അയാൾ ഒരു സാമ്പത്തികമായ രീതിയിൽ വിശ്വാസമില്ലാത്ത ആളാണെന്ന് ഒരു കാരണവശാലും പറയാൻ പാടില്ല. പരലോകം രക്ഷപ്പെടില്ല. മാഷാ അല്ലാഹ്, അയാൾ സാമ്പത്തികത്തിൻ്റെ വിഷയത്തിൽ വളരെ ക്ലിയറാണ്. അങ്ങനെ പറയണം, അങ്ങനെ പറയാൻ സാധിക്കണം. അവിടെയാണ് വിജയം, അവിടെയാണ് വിജയം. നമ്മളിപ്പോൾ കടകളിൽ പോയി നമ്മളിപ്പോൾ ഭക്ഷണം, ഇപ്പോൾ ഫ്രൂട്ട്സിൻ്റെ കാലമാണല്ലോ, ഫ്രൂട്ട്സ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ കടയിൽ ഇറങ്ങി ഒരു മുന്തിരി എടുത്ത് കഴിക്കും, ഒരു ഓറഞ്ച് എടുത്ത് തൊലിക്കും. ഇത് അവരോട് പൊരുത്തം ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. നമ്മളെ സ്വന്തം ഇഷ്ടത്തിനെടുത്ത് കഴിക്കാൻ വേണ്ടിയല്ല വെച്ചിരിക്കുക. കഴിക്കാൻ വേണ്ടി ഒരു സാധനം ടേസ്റ്റ് വെക്കാൻ വേണ്ടി ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത് ഫ്രൂട്ട്സ് കടയിൽ മാറ്റി വെച്ചിരിക്കും. അത് ഏറ്റവും നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കും, ബാക്കിയുള്ളതിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. അതാണ് ചെത്തിത്തരിക. മാമ്പഴമാണെങ്കിൽ അത് അല്ല, നമുക്ക് ഇഷ്ടം പോലെ ഇന്ന് എടുത്ത്. റംബുട്ടാനൊക്കെ ഭയങ്കര വിലയല്ലേ. നമ്മൾ ഒരെണ്ണം എടുത്ത് തൊലിച്ച് വണ്ടിക്കകത്ത് ഡിക്കി അങ്ങോട്ട് തുറന്ന 7 മക്കൾ ചാടി ഇറങ്ങും. അവന്മാർ ഈ 2 റംബുട്ടാൻ എടുക്കുമ്പോൾ തന്നെ 15 കിലോ കഴിയും. എന്നിട്ട് നമ്മൾ വലിയ കമ്മീസും കോട്ടും ഇട്ട് നിസ്കാര കുപ്പായോ 4 തസ്ബീം കയ്യിൽ വെച്ചിട്ട് നമ്മൾ ആരെ പറ്റിക്കാൻ പോവുക? അള്ളാഹുവിൻ്റെ ലോകത്ത് ഈ ബാധ്യത ബാക്കിയുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റൂല പ്രിയപ്പെട്ടവരെ. അത് നമ്മൾ മനസ്സിലാക്കണം. റമളാൻ മാസത്തിൽ പള്ളിയിൽ കഞ്ഞി കുടിക്കുന്ന സമയത്ത് തന്നെ അടിയില്ലേ, പ്രശ്നമില്ലേ? തറാവീന് ഇത് ആരെ പറ്റിക്കാൻ? ഈ പള്ളിക്കകത്ത് നിനക്ക് ക്ഷമയും സഹനശക്തിയും പിന്നെ താഴ്മയും ഇല്ലെങ്കിൽ ഈ തറാവി നിസ്കാരം കൊണ്ട് എവിടെ പോകാൻ പോവാ? ഇന്നലെ ഒരു തറാവീൻ്റെ വീഡിയോ കണ്ടു. പടച്ചോനെ, പള്ളിയുടെ ഏറ്റവും പുറകിൽ 2 മക്കളുടെ നടികൂടാണ്. ഒരുത്തനെ കുനിച്ച് നിർത്തിയിട്ട് മറ്റൊന്ന് കയറി ഈടിച്ച് കയറ്റി കൊടുക്കുകയാണ്. ഒരാളില്ല നോക്കാൻ, എല്ലാവരും അവിടെ ഭയങ്കര തറാവി ഫ്രണ്ടിൽ. ഒരു ചെറിയ നിയന്ത്രണം നമ്മൾ നടത്തണം. പള്ളികളിലും നാട്ടിലും യാത്രകളിലും ഒക്കെ വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ ദുനിയാവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ ഒരു വലിയ ബാധ്യത നമ്മൾ വരുത്തി വെച്ചിട്ട് മരിക്കാൻ പാടില്ല. കാഠിന്യമേറിയ മറ്റൊരു ശിക്ഷയുടെ ഭാഗമാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഒരു ചെറിയ പ്രാണിയെ ഒരു കുപ്പിക്കകത്ത് എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഒരു ചെറിയ പ്രാണിയെ ഒരു കുപ്പിക്കകത്ത് അടച്ചിട്ടു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് ആ കുപ്പിയുടെ അടപ്പ് തുറക്കാതെ ശ്വാസം മുട്ടിയിട്ട് അയാൾ അതിന്റെ അകത്തുനിന്ന് പുറത്തു കിടക്കാൻ വേണ്ടി വെപ്രാളപ്പെടുകയാ. തീ കൊണ്ട് നിറച്ചിരിക്കുന്ന കുപ്പിക്കകത്തൊരു പ്രാണി കിടന്ന് പിടയ്ക്കുന്ന പോലെ നരകത്തിന്റെ ചില കുഴികളിൽ ഒരു മനുഷ്യനെ അടച്ചിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തീക്കട്ട കൊണ്ട് നിറയ്ക്കപ്പെട്ട ചെറിയ ചെറിയ കുഴിക്കകത്ത്, കുപ്പി പോലെയുള്ള കുഴിക്കകത്ത് ഓരോ മനുഷ്യരെ അടച്ചിടുമെന്നാണ്. അയാൾ കുപ്പിയുടെ അടപ്പിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോ അതിലൂടെ പോയാൽ പുറത്തു പോകാൻ കഴിയുമല്ല, അതിലൂടെ പോയാൽ പുറത്തിറങ്ങാൻ കഴിയുമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നിലവിളിച്ചിട്ട് ആ കുപ്പിയുടെ മുകൾ ഭാഗത്തേക്ക് അയാൾ വരാൻ നോക്കുമ്പോ ആ ഭാഗം തല്ലാതെ ഇടുക്കമുള്ളതായി മാറുന്നതാണ് കുപ്പിയുടെ കഴുത്ത് പോലെ. അയാൾക്ക് പുറത്തു വരാൻ കഴിയാതെ വീണ്ടും നരകത്തിയിലേക്ക് വന്ന് വീഴുന്നു. യാ റസൂലല്ലാഹ്, അവരാരാണ് നബിയേ? വ്യഭിചാരം കൊതിക്കുന്ന കണ്ണുകളാണത്. വ്യഭിചാരം കൊതിക്കുന്ന കണ്ണുകളുടെ ഉടമസ്ഥരാണവര്. അല്ലാഹുവേ പടച്ചവനെ, ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ വ്യഭിചാരത്തിന്റെ വാല്യൂ കുറച്ച് കാണുകയാ. ഹറാമിയകൾക്ക്, പരപുരുഷ ബന്ധങ്ങൾക്ക് യാതൊരുവിധ കൂസലുമില്ലാതെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന നാടാണ്. നമ്മുടെ ക്യാമ്പസിലേക്ക് പോകുന്ന പെൺകുട്ടികളോട് പരസ്യമായി ചാനലുകാരും മൈക്ക് കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്. മൈക്ക് കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ്, പരപുരുഷന്മാരുമായി ഇത്രയും കാലത്തിനിടയ്ക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? +1-നും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ചില പെൺകുട്ടികൾ നാണം കൊണ്ട് ഇങ്ങനെ മുഖം പുത്താണ്. ചില ആൾ പറയുന്നു, ഉണ്ടല്ലോ 3-4 പേരൊക്കെ ആയിട്ടുണ്ട്. തുറന്നു പറയാണ്. ഉമ്മ കാണുന്നു, ഉപ്പ കാണുന്നു, അച്ഛൻ കാണുന്നു, അമ്മ കാണുന്നു. ആ ഒരു വലിയ ഗൗരവമേ നഷ്ടപ്പെട്ടു പോയി. എങ്ങനെ നഷ്ടപ്പെടാതിരിക്കും? പരസ്യമായി ചാനലിൻ്റെ പത്രക്കാരുടെ മുമ്പിൽ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന സെലിബ്രിറ്റികൾ പറയുന്നു, ഞാൻ ഇതുവരെ 15 പെണ്ണായി.
ഒരു വലിയ സ്റ്റാറായ സിനിമാ നടനോട് അറിയപ്പെട്ട കേരളത്തിന്റെ ഒരു പ്രമുഖ ചാനൽ ചോദിക്കുമ്പോൾ അയാളോട് ചോദിക്കുകയാണ്, ഏകദേശം ഒരു 3000 സ്ത്രീകളുമായിട്ടെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടാവൂലേ? അപ്പൊ അദ്ദേഹം പറയാണ് 3000-ലേറെ. ഭയങ്കര ഇസ്സത്തുള്ള കാര്യമല്ലേ പറയുന്നത്. എന്താണ് ഈ ദുനിയാവിൽ നടക്കുന്നത്? ഇത് കാണുന്ന മക്കൾക്ക് ഇതിനോടൊരു ഭയം നഷ്ടപ്പെടൂലേ? അത് സാധാരണ വിഷയമായി മാറി നഷ്ടപ്പെടൂലേ? അതുകൊണ്ടാണ് പ്രായപൂർത്തിയായ മക്കളുള്ള വീട്ടില് അമ്മമാർക്ക് ബാത്റൂമിലേക്ക് കുളിക്കാൻ കയറണമെങ്കിൽ എന്റെ പൊന്നുമോൻ ഇവിടെ ഒളിക്കാമറ വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട അവസ്ഥയാണ്. അല്ലാഹുവേ, പടച്ചവരെ, വലതുൻ സ്വാലിഹുൻ യദൂലഹു, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാണ് സ്വാലിഹീങ്ങൾ. ഇങ്ങനെ ഒരു വലിയ സംഘത്തെ അനാവശ്യത്തിന് വിടാറ്, അനാശാസ്യത്തിന് വിടാറ്, നാട്ടിലും നാട്ടരങ്ങിലും കറങ്ങി തിരിഞ്ഞ് ഉത്സവപ്പറമ്പിലും പൂരപ്പറമ്പിലും നടറോട്ടിലും കടത്തിണ്ണയിലും തെണ്ടിത്തിരിഞ്ഞ് നടന്ന് 10, 15, 16 വയസ്സ് പ്രായമാകുമ്പോൾ ലഹരി ഉപയോഗിക്കുന്ന, ലൈംഗികതയുടെ പരിപൂർണ സുഖമറിയുന്ന, പരസ്ത്രീ ബന്ധങ്ങളുടെ മൂർധന്യതയിലെത്തുന്ന മക്കളായിട്ട് അതപ്പതിച്ചു പോകാതിരിക്കാ അല്ലാഹുവേ, പടച്ചവനെ, അവര് ഖുർആൻ സ്വീകരിക്കുന്ന ഹൃദയമുള്ളവരാക്കി അവരെ വാർത്തെടുത്തില്ലേ? ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് എത്തിച്ചില്ലെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുമോ? എന്റെ മക്കൾ ചെറിയ പ്രായമാണ്. 3 മക്കളെ ഞാൻ സ്ഥാപനത്തിൽ, ഹോസ്റ്റലിൽ, ഹിഫ്ദിനും ദറസിനും സ്കൂളിലും കൊണ്ടാക്കിയിരിക്കുകയാണ്. കണ്ടു കൊതി തീർന്നിട്ടില്ല. എൻ്റെ ഭാര്യ എപ്പോഴും പറയലാണ്, 8 വയസ്സല്ലേ ആയുള്ളൂ, പക്ഷെ എന്നാലും നമുക്ക് പ്രതീക്ഷയാണ്. 8 വയസ്സായ മോൻ 1.5 ജ്യൂസ് മനപ്പാടമാക്കി ഇപ്പൊ കൊണ്ടാക്കിയിട്ടേ ഉള്ളൂ. സഹിക്കാൻ പറ്റിയില്ല. കൊണ്ടാക്കുമ്പോൾ ഹൃദയമൊക്കെ പൊട്ടും. ഈ പ്രിയപ്പെട്ട പിഞ്ചു മക്കളെ കൊണ്ടാക്കിയ ഉമ്മയും ഉപ്പയും ബന്ധുക്കളും ഒന്നും ടെൻഷൻ അടിക്കാതെ തിരിച്ചു പോകൂല. എത്ര വലിയ സംവിധാനമുള്ള സ്കൂളാണെങ്കിലും കൂടെ കിടക്കേണ്ട പ്രായമല്ലേ, നെഞ്ചിന്റെ ചൂട് കൊടുക്കേണ്ട പ്രായമല്ലേ, അവരുടെ വളർച്ചയും കളിയും ചിരിയും കാണേണ്ട സമയമല്ലേ. പക്ഷേ നമ്മുടെ നാടിന്റെ അന്തരീക്ഷം മോശമാണ്. ഏത് സ്കൂളിൽ പോയാലും ഏത് നാട്ടിൽ പോയാലും നമ്മുടെ മക്കൾക്ക് ഈ ഒരു രീതിയിലുള്ള വിഷമാണ് കുത്തിവെക്കുന്നത്. അതുകൊണ്ടാണ് പെൺമക്കൾക്കൊക്കെ വലിയ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറയുന്നത്.